ഹരിയോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നൊരു പ്രധാന വിഷയം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സജ്ജനങ്ങൾ എന്നോട് ഒരു പ്രധാന സംശയമായിട്ട് ചോദിച്ചത്, ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം തുടങ്ങിയ സഹസ്രനാമങ്ങളൊക്കെ ഇപ്പം സാധാരണമായിട്ട് ഹിന്ദു വിശ്വാസികളുടെ പല കുടുംബങ്ങളിലും ഇപ്പം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പം ജപിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ വളരെയേറെ സന്തോഷം. അപ്പോൾ ഈ സംശയം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേകമായ വിധികൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പോൾ ഈ സംശയം വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഹസ്രനാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ സഹസ്രനാമങ്ങൾ നമുക്കറിയാം 1000 നാമങ്ങളാണ് ഭഗവാന്റെ. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പര്യായ നാമങ്ങൾ 1000 മന്ത്രങ്ങളാണത്. ഇപ്പോൾ ദേവിയുടെ ആയാലും സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, അത് 1000 നാമങ്ങൾ, 1000 മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ നാമമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ നിയമം അനുശാസിക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഛന്ദസ്സിലാണ്. അപ്പം ഛന്ദസ് ചൊല്ലിയിട്ട് വേണം സഹസ്രനാമം ജപിക്കേണ്ടത് എന്നാണ് സാധാരണ തന്ത്രശാസ്ത്രം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട്. എന്തിനാണ് ഛന്ദസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മന്ത്രം, ആ മന്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ മന്ത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അക്ഷരം ദേവതാ സങ്കല്പമാണ്. അപ്പം അതേപോലെ തന്നെ മന്ത്രങ്ങൾ സൃഷ്ടിച്ചത് ഋഷീശ്വരന്മാരാണ്. അപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഋഷിയുണ്ട്. ഓരോ മന്ത്രങ്ങൾക്കും ആ മന്ത്രത്തിൻ്റെ ദേവതാ സ്വരൂപങ്ങളുണ്ട്. അപ്പം ഏതൊരാൾ ഏതൊരു മന്ത്രം ജപിച്ചാലും ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ആ മന്ത്രത്തിൻ്റെ ഋഷിയെയും ആ മന്ത്രത്തിൻ്റെ ഛന്ദസ്സിനെയും ആ മന്ത്രത്തിൻ്റെ ദേവതയെയും സ്മരിക്കണം, അതിനെ ഒന്ന് ബഹുമാനിക്കണമെന്നാണ്. അപ്പോൾ അതിനെ ഒന്ന് അറിഞ്ഞിട്ട് വേണം മന്ത്രം ജപിക്കേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പാട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥി, അപ്പോൾ പാട്ട് പഠിക്കുമ്പോൾ ആ പാട്ട് ആരാണ് അത് എഴുതിയത് എന്നറിയും. അതുപോലെ അത് സംഗീതം ചെയ്തിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണെന്നറിയും. അപ്പോൾ അതിന് ശേഷം ആ പാട്ട് പഠിക്കുമ്പോൾ അതിനോടൊരു പ്രത്യേകമായ ബഹുമാനമൊക്കെ ഉണ്ടാകും. ഇന്നാരെഴുതിയ പാട്ടാണ്, ഇന്നാരാണിത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിനോട് പ്രത്യേകമായ ഒരു മമത്വം, ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകും. എന്നതുപോലെ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ആ മന്ത്രത്തിൻ്റെ ഋഷിയെയും ആ ഛന്ദസ്സിനെയും ആ മന്ത്രത്തിൻ്റെ ദേവതയൊക്കെ നമ്മളൊന്ന് ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് വേണം ആ സ്തോത്രം, മന്ത്രങ്ങൾ ജപിക്കാൻ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും സാധാരണ ജപിക്കുന്നവർ സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്ന അനുഷ്ടുപ്പാണ് ഛന്ദസ് എന്ന് പറയുമ്പോൾ. അപ്പം ആ അനുഷ്ടുപ്പ് ഛന്ദസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പാദത്തിൽ, ഇപ്പം 4 പാദങ്ങളുള്ള ഒരു ശ്ലോകത്തെ ഒരു ഗ്രന്ഥമെന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പാദത്തിൽ 8 അക്ഷരം കൊണ്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ ആ ശ്ലോകത്തിലെ ഛന്ദസ് അനുഷ്ടുപ്പാണ്. അപ്പോൾ ആ 8 അക്ഷരം ആണ് എങ്കിൽ അത് അനുഷ്ടുപ്പാണ് എന്ന് അറിയണം. അപ്പോൾ അത് ജപിക്കേണ്ട വിധം എന്ന് പറയുന്നത് 1ാമത്തെ അക്ഷരത്തിൽ തുടങ്ങി 8ാമത്തെ അക്ഷരത്തിൽ അവസാനിപ്പിച്ച് വീണ്ടും 9ാമത്തെ അക്ഷരത്തിൽ തുടങ്ങി വീണ്ടും അതിൻ്റെ 8ാമത്തെ അക്ഷരത്തിൽ അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ജപിക്കേണ്ടത്. സാധാരണഗതിയിൽ ആചാര്യന്മാർ സൂചിപ്പിച്ചിരിക്കുന്ന സഹസ്രനാമം ജപിക്കുമ്പോൾ പ്ലുതസ്വരത്തിൽ ഉച്ചരിക്കണം എന്നാണ്. പ്ലുതം എന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ മാത്ര കണക്ക് കൂടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ, നമ്മൾ മുയൽ നടക്കത്തില്ലേ, മുയൽ നടക്കുമ്പോൾ ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ അതേപോലെ ഉച്ചരിക്കണമെന്നാണ്. അപ്പോൾ സ്ഫുടമായിട്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ വളരെ വലിയ സ്പീഡിൽ ഇത് ജപിക്കരുത്. എന്നാൽ വളരെ സ്ലോയിലും ഉച്ചരിക്കാൻ പാടില്ല. ഒരു മധ്യസ്വര ശബ്ദം വേണമെന്നാണ് ജപിക്കുന്നതിന്. അപ്പോൾ ശബ്ദം ഒരുപാട് താഴ്ത്തിയും പാടില്ല,
ഒരുപാട് ഉച്ചത്തിൽ ആസുരികമായ ശബ്ദത്തിലും പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യസ്വരത്തിൽ ഉച്ചരിക്കണം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വേദങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുമ്പം ആ അനുഷ്ടുപ്പ് ഛന്ദസ്സിൽ തന്നെ ഒന്നാമത്തെ അക്ഷരത്തിൽ ആരംഭിച്ച് എട്ടാമത്തെ അക്ഷരത്തിൽ അവസാനിപ്പിച്ച് വീണ്ടും 1 എന്ന് തുടങ്ങണം. അതേ രീതിയിലാണ് ഇത് ജപിക്കേണ്ടത്. പിന്നീട് ഛന്ദസ്സ് ജപിക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അത് തന്ത്രം ഒക്കെ പഠിച്ചിട്ടുള്ളവർ, പൂജയൊക്കെ പഠിച്ചിട്ടുള്ളവർ ചെയ്യുന്നത് സാധാരണഗതിയിൽ മൃഗമുദ്രയാണ്. മൃഗമുദ്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഈ ചൂണ്ട് വിരല്, അതായത് മധ്യവിരലും മോതിരവിരലിൻ്റെയും നടുവിലെ സന്ധിയിൽ തള്ളവിരൽ തൊടുവിച്ചുകൊണ്ട് ശിരസ്സിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ തൊടുവിച്ചുകൊണ്ട് ആണ് ഋഷിയെ ധ്യാനിക്കേണ്ടത്. അപ്പം വിഷ്ണു സഹസ്രനാമ ജപത്തിൻ്റെ മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത് വ്യാസ മഹർഷിയാണ്. വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ഠിപ് ഛന്ദഃ, അതായത് ശ്രീ മഹാവിഷ്ണു പരമാത്മാ ദേവത എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ മൃഗമുദ്ര കൊണ്ട് ഛന്ദസ് ന്യസിച്ചിട്ടാണ് ജപം ആരംഭിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് സഹസ്രനാമ ജപത്തിൻ്റെ വിധി എന്ന് സൂചിപ്പിക്കുന്നത്. ഹരിയും. അപ്പോൾ എല്ലാവരും സംശയം ചോദിച്ചതിന് എൻ്റെ അറിവിൽപ്പെട്ട ഒരു ഉത്തരമാണ്. ഇനി എന്തെങ്കിലും പ്രത്യേകമായ വിധികൾ കൂടി ഉണ്ട് എങ്കിൽ ഇത് കണ്ടിട്ട് അറിയാവുന്ന മഹത്തുക്കൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരിക്കും എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഹരിയോം നമസ്കാരം. ഹരിയോം നമസ്കാരം.